പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമത്തെ തുടർന്ന് മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തിരിപ്പ്. തിങ്കളാഴ്ച രാവിലെ 3 മൃതദേഹങ്ങൾ നാട്ടുകാർ ചിരട്ട എത്തിച്ചതിനെ തുടർന്നാണ് ദഹിപ്പിച്ചത്. കോർപ്പറേഷൻ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടുകയാണെന്ന് പയ്യാമ്പലം സന്ദർശിച്ച CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കോർപ്പറേഷനിലേക്ക് സ്ട്രക്ചറിൽ ചിരട്ട എത്തിച്ച് LDF പ്രതിഷേധിക്കുകയും ചെയ്തു. സ്ട്രക്ചറിൽ ചിരട്ടിയുമായി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നതിന് കാരണമുണ്ട്. തിങ്കളാഴ്ച 3 മൃതദേഹങ്ങൾ 2 മണിക്കൂറോളം പയ്യാമ്പലം ശ്മശാനത്തിൽ വെക്കേണ്ടി വന്നു. ചിതയൊരുക്കാൻ ചിരട്ട ഇല്ലാത്തതാണ് കാരണമായത്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് പയ്യാമ്പലം സന്ദർശിച്ച CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കോർപ്പറേഷന്റെ തികഞ്ഞ അനാസ്ഥ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിക്കുകയുണ്ടായി. ടെൻഡർ വഴിയാണ് ചിരട്ടയും വിറകും കോർപ്പറേഷൻ വാങ്ങുന്നത്. ടെൻഡർ ക്ഷണിച്ച് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ L1 ആയ ആൾക്ക് കരാറ് കൊടുക്കും. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഇത് കൊടുത്തു വരുന്ന ആളുകളുണ്ട്. കാലാവധി കഴിഞ്ഞു, അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്തില്ല. അതോടൊപ്പം പുതിയ ടെൻഡർ ക്ഷണിച്ചുമില്ല. ടെൻഡർ ക്ഷണിക്കാത്തത് കൊണ്ട് വിറക് താൽക്കാലികമായി സ്റ്റോക്ക് ചെയ്തത് കുറച്ചുണ്ടെങ്കിലും ചിരട്ടിയില്ലാണ്ടായി. ചിരട്ടിയില്ലാതെ എങ്ങനെയാണ് മൃതദേഹം അടക്കം ചെയ്യാൻ കഴിയുക? നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇപ്പം കൂട്ടിവെച്ച ചിരട്ട. മൃതദേഹം ഇവിടെ എത്തിയതിന് ശേഷം ഈ വിവരം ചുമതലക്കാരൻ പറഞ്ഞതിന് ശേഷം വീടുകളിൽ പോയി കൊണ്ടുവന്നതാണ്. പുതിയ തെരുവിലെ പോത്തൻ പാറു, അതിനകത്തെ KV കല്യാണി, കുന്നാവിലെ സാവിത്രി എന്നിവരുടെ മൃതദേഹമാണ് ചിരട്ടയില്ലാത്തതിനെ തുടർന്ന് സംസ്കാരം വൈകിയത്. തങ്ങൾ തന്നെ പല സ്ഥലത്തും പോയി ചിരട്ട സംഘടിപ്പിച്ചാണ് സംസ്കാരം നടത്തിയതെന്ന് പാറുവിന്റെ ബന്ധു വിനോദ് പോത്തൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ വല്യമ്മ അച്ഛൻ്റെ നേരെ അയച്ചു. അപ്പോൾ നമ്മൾ 10 മണിക്ക് ബോഡി എടുത്തു. ഇവിടെ വന്നിട്ട് കുറച്ച് സമയം നിൽക്കും. 10:20 എത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ബോഡി ഇറക്കാൻ നോക്കുമ്പോൾ ചിരട്ടിയില്ല. അതുകൊണ്ട് ബോഡി താക്കലാവണം. എന്നിട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ചിരട്ട എടുക്കാൻ പോയിട്ടുണ്ടാണെന്ന് പറഞ്ഞു. നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ചിരട്ടയൊന്നുമില്ല. അതിൻ്റെ രണ്ടാമത് അന്വേഷിക്കാൻ പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ചിരട്ടയുടെ സംഘടിപ്പിക്കുക, വേറെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞു അവിടെ ഇരിക്കുന്ന വ്യക്തി. നമ്മളെന്ത് ചെയ്ത് ഒരു ചങ്ങാതിയോട് സംഘടിപ്പിച്ചിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് അവർ ഇപ്പോൾ നമ്മളെ ജയരാജൻ പറഞ്ഞ മാതിരി തേങ്ങ പകുതി ആയിട്ടില്ല. ആ ചിരട്ട വീട് എടുത്താൽ ഇപ്പോൾ കത്തിക്കുന്ന ചിരട്ട നമ്മളെന്ത് 2 ബോഡിയും കൂടി കൊണ്ടുവന്ന് വേടുന്ന ചിരട്ട നമ്മളിവിടെ കൊണ്ടുവന്നു. പയ്യാമ്പലത്ത് ചിരട്ടക്ഷാമം രൂക്ഷമായിട്ട് ഏറെ നാളായി. കരാറുകാർ ഇല്ലാതെ കോർപ്പറേഷൻ നേരിട്ടാണ് ചിരട്ട ഇറക്കാറുള്ളത്. ആവശ്യത്തിന് ചിരട്ട എത്തിക്കാതെ മൃതദേഹത്തോടു പോലും അനാദരവ് കാട്ടുകയാണ് കോർപ്പറേഷൻ എന്നാണ് LDFന്റെ ആക്ഷേപം. മൃതദേഹത്തോടൊപ്പം ബന്ധുക്കൾ ചിരട്ടയും കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ട് വരുമെന്നും ബിനിൽ കണ്ണൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.